വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നത് ആരാണ്? രേഖ ഗുപ്ത. അപ്പോ ഡൽഹി മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. ആരൊക്കെയാണ് മുൻപ് വന്നിട്ടുള്ളതെന്നൊന്ന് ഓർത്തുവെക്കുക. ആരൊക്കെയാണ്? ഒന്ന് സുഷമ സ്വരാജ്, അടുത്തത് ഷീല ദീക്ഷിത്, നെക്സ്റ്റ് വൺ അദിതി മിർലേന, ലാസ്റ്റ് വൺ ഇപ്പൊ 4th പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? രേഖ ഗുപ്ത. അടുത്ത ചോദ്യം, സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനി വളരെയധികം വിജയകരമായി നമ്മൾ കടലിൽ ഇറക്കി. ആ അന്തർവാഹിനിയുടെ പേര് എന്താണ്? മത്സ്യ 6000. എന്താണ്? മത്സ്യ 6000. അടുത്തത്, ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിലെ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പിന്റെ പേര് എന്താണ്? ആക്രി ആപ്പ്. എന്താണ്? ആക്രി ആപ്പ്. അടുത്തത്, ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാർ. അടുത്ത നോക്കൂ, സ്വരാജ് ട്രോഫി. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. അയ്യങ്കാളി പുരസ്കാരമൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഏതാണ് സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത്? അത് നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കും. അപ്പൊ 2023-24 മികച്ച ഗ്രാമപഞ്ചായത്ത് കൊല്ലം. മികച്ച ഗ്രാമപഞ്ചായത്ത് കൊല്ലം. തിരുവനന്തപുരമാണ് 2ാമത്തെ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് കൊല്ലം, 2ാം സ്ഥാനത്തുള്ള ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരമാണ് കേട്ടോ. എത്ര രൂപയാണ് കിട്ടുക? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം, സെക്കൻഡ് പ്രൈസ് എത്രയാണ്? 40 ലക്ഷമാണ് കിട്ടുക. ഇനി അടുത്തത്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ 2ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര. തൃശൂർ ജില്ലയിലെ കൊടകര എന്റെ നാടാണ് കേട്ടോ. തൃശൂർ ജില്ലയിലെ കൊടകര. 3ാം സ്ഥാനം കാസർഗോഡ് നീലേശ്വരം. 3ാം സ്ഥാനം കാസർഗോഡ് നീലേശ്വരം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? മികച്ച ഗ്രാമപഞ്ചായത്ത് കൊല്ലം, 2ാം സ്ഥാനം തിരുവനന്തപുരം അല്ലെ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് 1ാം സ്ഥാനം, തൃശൂർ ജില്ലയിലെ കൊടകര 2ാം സ്ഥാനം, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം 3ാം സ്ഥാനം. അടുത്തത്, മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ 1ാം സ്ഥാനം. കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തെ ഉഴമലക്കൽ. 2ാം സ്ഥാനം തിരുവനന്തപുരത്തെ ഉഴമലക്കൽ. 3ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ മറ്റത്തൂര്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂര്. ഇനി അടുത്തത്, മികച്ച മുനിസിപ്പാലിറ്റി. ഏതാണ് മികച്ച മുനിസിപ്പാലിറ്റി? തൃശൂര് ഗുരുവായൂര്. മികച്ച മുനിസിപ്പാലിറ്റി തൃശൂര് ഗുരുവായൂര്. 2ാം സ്ഥാനം മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? തൃശൂര് വടക്കാഞ്ചേരി. അപ്പൊ ഇപ്രാവശ്യം തൃശൂര് കുറെ അധികം അല്ലെ പ്രൈസ് കിട്ടുന്നുണ്ടായി തൃശൂരിന്. 2ാം സ്ഥാനം തൃശൂര് വടക്കാഞ്ചേരി. 3ാം സ്ഥാനം കണ്ണൂര് ആന്തൂർ നഗരസഭ. 3ാം സ്ഥാനം കണ്ണൂര് ആന്തൂർ നഗരസഭ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാം, 2023-2024 സ്വരാജ് ട്രോഫിയാണ് നമ്മൾ പറയുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്ത് കൊല്ലം, മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം. എത്ര പ്രൈസാ കിട്ടുക? ഫസ്റ്റ് പ്രൈസിന് 50 ലക്ഷം, സെക്കൻഡ് പ്രൈസിന് 40 ലക്ഷമാണ് കിട്ടുക. മികച്ച മറ്റു പുരസ്കാരങ്ങളാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഫസ്റ്റ് പൊസിഷൻ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ 2ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര, മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ 3ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. അടുത്തത്, മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ, മികച്ച ഗ്രാമപഞ്ചായത്ത് 2ാം സ്ഥാനം തിരുവനന്തപുരത്തെ ഉഴമലക്കൽ, മികച്ച ഗ്രാമപഞ്ചായത്ത് 3ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ മറ്റത്തൂര്.
അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ 1ാം സ്ഥാനം. മികച്ച മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി 2ാം സ്ഥാനം. മികച്ച മുനിസിപ്പാലിറ്റി കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭ 3ാം സ്ഥാനം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ദേശീയ ആദിവാസി മഹോത്സവമായ ആദി മഹോത്സവ് ഈ വർഷം ആഘോഷിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. അതായത് മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയം ഡൽഹി, അവിടെയാണ് ആഘോഷിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ആദി മഹോത്സവം എന്ന് പറയുന്ന മഹോത്സവം ആഘോഷിക്കുന്നത്? ഗോത്ര പൈതൃകത്തെ ഉയർത്തിക്കാട്ടുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ആദി മഹോത്സവ് ആഘോഷിക്കുന്നത്. അപ്പൊ ദേശീയ ആദിവാസി മഹോത്സവത്തിന്റെ പേര് ആദി മഹോത്സവ് എന്നാണ്. 2024 അത് ആഘോഷിച്ചത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഫെബ്രുവരിയിലാണ്. 16 തൊട്ട് 24 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു. അടുത്ത ചോദ്യം, ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ 4ാമത്തെ പ്രവർത്തന സമുച്ചയത്തിന് നൽകിയ പേര് എന്താണ്? എന്താണ് പേര്? അനന്ത. എന്താണ് പേര്? അനന്ത. അടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്കാകാൻ ഒരുങ്ങുന്ന ആരവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന ആരവല്ലി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിയാന. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വീട്ടിലെത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്ന പദ്ധതി കേരള സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടപ്പിലാക്കുന്നു. ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? എൻ പ്രൗഡ്. എന്താണ്? എൻ പ്രൗഡ് എന്നാണ്. അതായത് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. എന്താണ് എൻ പ്രൗഡിന്റെ പൂർണ്ണരൂപം? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് കേട്ടോ. അടുത്തത്, ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള XAI പുറത്തിറക്കിയ പുതിയ ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ഗ്രോക്ക് 3. എന്താണ് അതിന്റെ പേര്? ഗ്രോക്ക് 3. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഏത് മിസൈലിന്റെ സഹ ഉൽപാദനം ആരംഭിക്കാനാണ് ധാരണ ആയത്? ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. എന്താണ്? ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. അതിന്റെ ആ മിസൈലിന്റെ സഹ ഉൽപാദനം ആരംഭിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒരു ധാരണയിൽ എത്തിയത് എന്ന് ഓർക്കുക. അടുത്തത്, 2024 അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? ആരാണ്? സുധാ മൂർത്തി. ആരാണ്? സുധാ മൂർത്തിയാണ്. 2024 അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എഴുത്തുകാരിയുടെ പേരെന്താണ്? സുധാ മൂർത്തി. എല്ലാ ബ്ലോക്കുകളിലും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ ബ്ലോക്കുകളിലും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ഏത്? കേരളം. ലോകത്തെ ഏറ്റവും വലിയ അന്തർദേശീയ നാവിക പ്രകടനമായ റിംപാക്ട് 24 ഗൺഫയർ മത്സരത്തിൽ ഗൺഫയർ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന്റെ പേരെന്താണ്? INS ശിവാലിക് എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ അന്തർദേശീയ നാവിക പ്രകടനമായ റിംപാക്ട് 24 ഗൺഫയർ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ പേര് INS ശിവാലിക് എന്നാണ്. 2024 ലോകസുന്ദരി മത്സരം അരങ്ങേറിയ ഇന്ത്യൻ നഗരത്തിന്റെ പേര് എന്താണ്? മുംബൈ. ഏതാണ്? മുംബൈ. 2024 സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? ലാപ്പത്ത ലേഡീസ്. 2024 സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? ലാപ്പത്ത ലേഡീസ്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ദിവസവും
ഞാൻ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ മാക്സിമം അത്രയും ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമാണ്. ഇനി ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതാണ്, ഭംഗിയായിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷ ഭംഗിയായിട്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ക്ലാസ് ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.